കഴിഞ്ഞ ദിവസം ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട കോഴ വിവാദം റിപ്പോർട്ടർ ടിവിയാണ് പുറത്തു കൊണ്ടുവരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇടുക്കി SP അന്വേഷണത്തിന് ഉത്തരവിടുകയും തുടർന്ന് DYSPയുടെ നിർദ്ദേശാനുസരണം ഇപ്പോൾ കഞ്ഞിക്കുഴി പോലീസ് അതിൻ്റെ പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പരാതിയുമൊക്കെ ആയിട്ട് രംഗത്തെത്തിയ ആളുകളാണ് ഗോപികയും ഈ ടീച്ചറുമൊക്കെ. എന്താണ് ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പറഞ്ഞത്? നമ്മൾ കൊടുത്തിരുന്ന പരാതിക്ക് നമ്മുടെ എല്ലാം മൊഴി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്റ്റേഷനിൽ അവർ വിളിപ്പിച്ചത്. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തിരിക്കുന്ന എല്ലാ ആളുകളെയും ഇവർ മൊഴിയെടുക്കാനായിട്ട് വിളിക്കും. ഇപ്പോൾ കുറച്ച് പേരുടെ മാത്രമേ മൊഴി എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നടപടികളൊക്കെ അവർ സ്വീകരിച്ചു. ഇത്തരം ഒരു ആരോപണം ശരിക്കും പറഞ്ഞാൽ ഈ നിങ്ങളുടെ നൃത്താധ്യാപക സംഘടനയടക്കം പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ നിയമ നടപടിയായി മുമ്പോട്ട് പോകാനാണോ തീരുമാനം? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് നീതി ലഭിക്കണം. കാരണം അത്രമാത്രം കഷ്ടപ്പെട്ട് വരുന്ന കുട്ടികളും അതുപോലെ അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന നൃത്ത അധ്യാപകർക്കും ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക് ഇതുവരെ ലഭിച്ചിരുന്നത്. ഇനി അതിൽ നിന്നൊരു മോചനം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് നമ്മളുടെ അനുകൂലം നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളോട് ഇടപെട്ടത്. എന്തായിരുന്നാലും അത്തരത്തിലാണ് ഈ വിഷയത്തിൽ ഒരു നിയമ പോരാട്ടം തന്നെ തുടർന്ന് നീതി ലഭിക്കുന്നത് വരെ മുമ്പോട്ട് പോകുവാനാണ് നൃത്ത അധ്യാപകരുടെ അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയും ഒക്കെ തീരുമാനം. പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി ഉടൻ തന്നെ SP-ക്ക് റിപ്പോർട്ടും സമർപ്പിക്കും. വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമടത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.